നമസ്കാരം. വിചാരസാഗര മഥനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഹേളികകളെ തേടിയുള്ള യാത്ര അനുസ്യൂതം തുടരുകയാണ്. മനസ്സ് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു പ്രഹേളികയാണ്. മനസ്സിൻ്റെ അപാരമായ ശക്തികളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നിട്ടുകൂടി പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതം ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു. എല്ലാ ശക്തികളും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ പലപ്പോഴും തൻ്റെ മനസ്സിൻ്റെ മുൻപിൽ തന്നെ തോറ്റുമടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനും കൂടുതൽ ഉൾക്കാഴ്ചകൾ നേടാനും വിചാരസാഗര മഥനം എന്ന ഈ തുറന്ന വേദി നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ഈ വേദിയിൽ നമ്മോടൊപ്പം വളരെ ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ നേടി ജീവിതയാത്രയെ സഫലമാക്കി തീർക്കുന്ന ഒരു മഹത് വ്യക്തിത്വമുണ്ട്. രാജയോഗി ബ്രഹ്മകുമാർ സുരേന്ദ്രൻ ഭായിജി. ബ്രഹ്മകുമാർ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ തൻ്റെ ജീവിതം സമർപ്പണം ചെയ്ത് മാനവ സേവനത്തിനു വേണ്ടി ലോകമൊട്ടാകെ സഞ്ചരിച്ച് തൻ്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന അദ്ദേഹത്തെ വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുരേന്ദ്രൻ ഭായിജി, താങ്കൾക്ക് വീണ്ടും ഈ വേദിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ മനസ്സ് എന്നുള്ള പ്രഹേളികയെക്കുറിച്ച് പല പുതിയ ഉൾക്കാഴ്ചകളും നമുക്കുണ്ടായി. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അതെത്ര തന്നെ കഠിനമായിരുന്നാലും നമുക്കപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് ശരിയായ സങ്കല്പങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ? കാരണം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരും സാധാരണക്കാരും ജീവിതത്തിൻ്റെ ഏത് തുറകളിൽപ്പെട്ടവരുമായ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ മനസ്സ് എന്നാൽ എന്താണ്? മനഃശക്തി വേണമെങ്കിൽ മനസ്സാദ്യം എന്താണെന്നറിയണം. അപ്പോൾ ഈ മനസ്സ് എന്നുള്ള പ്രഹേളികയെക്കുറിച്ച് നമ്മളെങ്ങനെ വിശദീകരിക്കും? ഇത് നല്ലൊരു ചോദ്യമാണ്. മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. മനസ്സിനെ കാണാൻ ഒക്കില്ല. മനസ്സ് ഗുപ്തമാണ്. അപ്പോൾ ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും എൻ്റെ ഈ ഭൗതിക അസ്തിത്വമല്ല വാസ്തവത്തിൽ ഞാനെന്ന് പറയുന്നത്. നമ്മൾ രണ്ട് അസ്തിത്വത്തോട് കൂടിയിട്ടുള്ള അവരാണ്. ഒന്ന് എൻ്റെ സ്പിരിച്വൽ എക്സിസ്റ്റൻസ്, ആധ്യാത്മിക അസ്തിത്വം. രണ്ടാമത്തത് എൻ്റെ ഭൗതിക അസ്തിത്വം, ശരീരം വേറെ, ആത്മാവ് വേറെയാണ്. അപ്പോൾ ആധ്യാത്മിക അസ്തിത്വം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ആത്മാവാണ് എന്നുള്ളതാണ്. സാധാരണ ഈ ആത്മാവെന്നുള്ളത് നമ്മൾ അതിൻ്റെ ഓർമ്മ വരുന്നത് തന്നെ ആരെങ്കിലും മരിക്കുമ്പോഴാണ് നമുക്കുണ്ടാവുന്നത്. നമ്മൾ പറയും പ്രാണൻ പോയി, ഉയിര് പോയി. പിന്നെ സാധാരണ പറയുന്നത് ചത്തുപോയെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ചത്തുപോയെന്നല്ല പറയേണ്ടത്, സത്തുപോയെന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിലുള്ള സത്ത് പോയി. ആ സത്താണ് ഞാൻ ഇപ്പോൾ ഈ ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഈ വാ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ ശരീരത്തിലില്ലെന്നുണ്ടെങ്കിൽ ഈ വാ സംസാരിക്കുകയില്ല. ഞാൻ ഈ ശരീരത്തിലില്ലെന്നുണ്ടെങ്കിൽ ഇത് ജഡമാകും, ഇല്ലെങ്കിൽ ശവമാകും. അപ്പോൾ ഈ രണ്ട് അസ്തിത്വത്തെപ്പറ്റി നമുക്ക് പ്രജ്ഞ ഉണ്ടായിരിക്കണം. അപ്പോൾ ആത്മാവാണെന്നുള്ള ബോധം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും സ്വപ്രജ്ഞ ഉണ്ടായിരിക്കും. പ്രജ്ഞ ഇല്ലാതെയാണ് കൂടുതൽ സമയവും നമ്മൾ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ആരാണെന്നുള്ള ബോധമില്ലാതെ ജീവിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിൽ ഉണ്ടായിരിക്കാത്തത്. എനിക്ക് ഞാൻ ആരാണെന്നുള്ള ബോധമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് എന്നിലുണ്ടായിരിക്കും. എന്നുവെച്ചാൽ ആത്മാവിൻ്റെ ചിന്തിക്കാനുള്ള കഴിവിനെ മനസ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ധാരാളം ചിന്തകരും ലോകത്തിന്നോളം എത്രയോ മഹാന്മാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും ഇന്ന് വരെ ഒരു വ്യക്തമായ ചിത്രം എന്ന് പറയുന്നത് സാധാരണ. അപ്പോൾ എന്താണ് ഈ ആത്മാവ്? ഇപ്പോൾ ആത്മീയ അസ്തിത്വം, ഭൗതിക അസ്തിത്വം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാൻ. ആധ്യാത്മിക അസ്തിത്വം എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ ആത്മാവനെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ആദ്യം വരുന്നത്.
എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സുണ്ട്, മനസ്സിനെ കാണാൻ ഒക്കില്ല. എനിക്ക് ബുദ്ധിയുണ്ട്. അപ്പോൾ ബുദ്ധി കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ്. പിന്നെ എൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവ സംസ്കാരമുണ്ട് എനിക്ക്. അതിന് നമ്മൾ സംസ്കാരം എന്ന് പറയും. ഭാവ സ്വഭാവങ്ങൾ. ഞാൻ ജീവിക്കുമ്പോഴത്തേക്ക് എന്നിൽ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ അനുഭവത്തിൻ്റെ ആധാരത്തിലായിരിക്കും എൻ്റെ മനസ്സിൽ ചിന്തനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, എനിക്കുണ്ടാകുന്ന അനുഭവത്തിൻ്റെ ആധാരത്തിൽ സങ്കല്പങ്ങളുണ്ടാകുന്നു. മറ്റൊന്ന്, എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യങ്ങളെ ആധാരത്തിൽ എൻ്റെ മനസ്സിൽ സങ്കല്പങ്ങളുണ്ടാകുന്നു. ഇനി ഒന്ന്, എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ സങ്കല്പം ഉണ്ടാകുന്നു. അപ്പോൾ ഈ 3 പ്രകാരത്തിൽ എൻ്റെ മനസ്സിൽ സങ്കല്പങ്ങളുണ്ടാകുന്നു. സങ്കല്പങ്ങൾ നമ്മൾ വേർതിരിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ എന്ന് വെച്ചാൽ പലതരം സങ്കല്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഈ സങ്കല്പങ്ങളെ അങ്ങനെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ എന്തൊക്കെ തരം തീർച്ചയായിട്ടും സങ്കല്പങ്ങളാണ് ഇത്? സൈക്കോളജിസ്റ്റുകൾ തന്നെ തരംതിരിച്ചിട്ടുള്ളതാണ്. 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട സങ്കല്പങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഒന്ന്, വ്യർത്ഥ സങ്കല്പങ്ങളെന്ന് പറയും, വേസ്റ്റ് തോട്ട്സ്. വേസ്റ്റ് തോട്ട്സ്. രണ്ടാമത്തത് നിഷേധാത്മകമായിട്ടുള്ള സങ്കല്പങ്ങൾ. ഇതിന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും നമ്മൾ. മൂന്നാമത്തത് നെസസറി തോട്ട്സ് എന്ന് പറയും, ആവശ്യമായിട്ടുള്ള സങ്കല്പങ്ങൾ. നാലാമത്തത് പോസിറ്റീവ് തോട്ട്സ്, സന്മാർഗികമായിട്ടുള്ള സങ്കല്പങ്ങൾ. അപ്പോൾ ഈ 4 തരത്തിലുള്ള സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ഏകദേശം 30,000 മുതൽ 40,000 വരെ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര കാലാവധിയിലാണ് ഇത് ഉണ്ടാകുന്നത്? ഒരു ദിവസം 24 മണിക്കൂറിൽ 30,000 മുതൽ 40,000 സങ്കല്പങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ സങ്കല്പങ്ങളും ഓരോ എനർജി യൂണിറ്റാണ്. നമ്മുടെ മനസ്സിൽ 80% സങ്കല്പങ്ങൾ വേസ്റ്റ് തോട്ട്സാണ് വരുന്നെന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ സങ്കല്പവും എനർജി ആകുമ്പോഴത്തേക്ക് 80% എനർജി ഒരു പക്ഷേ വേസ്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം എന്തായിരിക്കും? പിന്നെ പറയുകയാണ് ഒരു 15% നിഷേധാത്മകമായിട്ടുള്ള സങ്കല്പങ്ങളായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എത്രയുണ്ട് ബാക്കി നമ്മുടെ ജീവിതത്തിൽ? 5%. 5%-ൽ ഒരു 2% നമ്മുടെ നെസസറി തോട്ട്സ്. നെസസറി തോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാലത്ത് എണീച്ചിരുന്നാൽ കുളിക്കണം, പിന്നെ കാപ്പി കുടിക്കണം, ഓഫീസിൽ പോകണം, ജോലി ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് നെസസറി തോട്ട്സ്. പിന്നെ ബാലൻസ് നമുക്കുള്ളത് ഒരു 3% സങ്കല്പങ്ങളാണ്, സന്മാർഗിക സങ്കല്പങ്ങൾ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി എത്രത്തോളം വ്യർത്ഥമായിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിക്കേണ്ടത്. ബുദ്ധിമാന്മാരെന്താണ് ചെയ്യുന്നത്? മനസ്സിൻ്റെ സങ്കല്പങ്ങളെ വ്യർത്ഥമായിട്ട് കളയുകയില്ല. കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി അനാവശ്യമായിട്ട് ചിന്തിക്കുകയില്ല. കാരണം കഴിഞ്ഞു പോയ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അതിനെയാണ് ഈ നെഗറ്റീവ് വ്യർത്ഥ സങ്കല്പങ്ങൾ, വേസ്റ്റ് തോട്ട്സ് ആണ്. ഇത് വേസ്റ്റാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ് പോയ കാര്യങ്ങളെ കുറിച്ച് സങ്കല്പിക്കുകയാണെങ്കിൽ അത് വ്യർത്ഥ സങ്കല്പം. അത് വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന വിചാരിച്ച് യാതൊരു ഉപയോഗമില്ല. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു പോയി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്നു, അതെന്നെ ഒരുപാട് ദോഷകരമായി ബാധിച്ചു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കതിൻ്റെ സങ്കല്പം വരുന്നത് അത് സ്വാഭാവികം എന്നല്ലേ പറയാൻ കഴിയൂ? ആ സങ്കല്പങ്ങളെ ഒരു പക്ഷേ നമ്മൾ പുനരാവർത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ബുദ്ധിമാനാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞു പോയ സംഭവ വികാസത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, ആ പഠിത്തം എന്താണെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അത് എൻ്റെ അനുഭവമാണ്. ആ അനുഭവം എന്നെ സഹായിക്കും. കാരണം ഞാനൊരു തെറ്റ് ചെയ്ത് നാശനഷ്ടങ്ങളുണ്ടായി,
എനിക്ക് കാര്യം മനസ്സിലായി, ഇനി ഞാൻ ഈ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഫലം. അതുകൊണ്ട് ഞാൻ ഇത് ഇനി പുനരാവർത്തി ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഐ ആം ലേർണിങ് എ ലെസൺ, ഞാനൊരു പാഠം പഠിക്കുകയാണ്, അത് എൻ്റെ സമ്പത്താണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വലിയൊരു പാഠം പഠിക്കുകയാണ്. കാരണം കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, പക്ഷെ അത് പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ വിഷമിപ്പിക്കാനായിട്ടല്ല, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ കൂടുതൽ ആളുകളും എന്താണ് ചെയ്യുന്നത്, അവരെ വിഷമിപ്പിക്കുന്നതിന് ആലോചിച്ച് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് ചിത പോലെയാണ് എന്ന് പറയാറുണ്ട്. ചിന്ത എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഒരാളിപ്പം മരിച്ചു പോയത് ഒരു പരമസത്യമാണ്. ജനിക്കുന്ന ആൾ മരിക്കും തീർച്ചയായിട്ടും. ജീവിച്ചിരുന്നാൽ കുറേ നാളുകൂടെ ജീവിച്ചിരിക്കുമായിരുന്നു, പക്ഷേ മരിച്ചുപോയി. ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല, അതാണ് മറ്റൊരു കാര്യം. പരമസത്യത്തെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് വേസ്റ്റ് തോട്ട്സ് വരും. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞ് പോയി, ഇനി എനിക്ക് ജീവിക്കണമല്ലോ. ഞാൻ വിഷമിച്ചിരുന്നാലും ജീവിക്കണം, വിഷമിച്ചില്ലെങ്കിലും ജീവിക്കണം, അല്ലേ? അപ്പോൾ എൻ്റെ ചോയ്സ് എന്തുവാണ്? വിഷമിച്ച് ജീവിക്കണോ? വിഷമിച്ച് ജീവിച്ചിരുന്നാൽ ആ ആൾ തിരിച്ചു വരുമോ? വരാൻ പോണില്ല, അല്ലേ? പിന്നെ എന്തുവാണ് എൻ്റെ ചോയ്സ്? എൻ്റെ ചോയ്സ് വിഷമിക്കാതെ ജീവിക്കുക. ഞാൻ കുറച്ചുകൂടെ റീസണബിളായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബി റീസണബിൾ എന്നാണ് പറയുന്നത്. നമ്മൾ അൺറീസണബിളായിട്ടാണ് ജീവിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മനുഷ്യന് ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ഒന്നുകിൽ ഞാൻ മരിച്ചു പോവും, ഇല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവും. ഇതാണെങ്കിൽ നിത്യ സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പോലും നമുക്ക് അതിൽ നിന്ന് പോലും പഠിച്ച് അതിൻ്റെ അനിവാര്യതയെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. പറ്റും. പിന്നെ അത് മറ്റൊരു കാര്യം കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ആത്മാവാണെന്നുള്ള ഒരു ബോധം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ആത്മാവാണ്, ശരീരമല്ല. ആത്മാവെന്നുള്ളത് എനർജിയാണ്, അത് നശിക്കാൻ പോകുന്നില്ല. അതാണ് ഞാൻ. അതിൻ്റെ ആവശ്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രജ്ഞ എനിക്ക് വേണ്ടത്. നമ്മൾ സാധാരണ മരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് പറയുള്ളൂ. ആത്മശാന്തി. അപ്പം ആളിന് ജീവിച്ചിരിക്കുമ്പോഴാണ് ആത്മശാന്തിയുടെ ആവശ്യം. ആൾ പോയതിന് ശേഷം ശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അല്ലേ? അപ്പോൾ ആളെന്ത് വിചാരിക്കും? ജീവിച്ചിരിക്കുമ്പോൾ ശാന്തി തന്നില്ല, അല്ലേ? ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ശാന്തിയുടെ ആവശ്യവും സമാധാനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകളാരും എനിക്ക് ശാന്തി സമാധാനം തന്നില്ല. ഇപ്പോഴെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ശാന്തി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു സത്യത്തെ, പരമസത്യത്തെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആത്മാവാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ശരീരം വിടുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു സത്യമാണ്. നമ്മളെ എല്ലാ പുസ്തകങ്ങളിലും ഉള്ളതാണ്. അമൃതസ്യ പുത്രഹ എന്നാണ് പറയുന്നത്. ചന്തോക്യോപനിഷത്തിൽ പറയുന്നത്, നിനക്ക് മരണമില്ല കേട്ടോ. നമ്മളെ ഭഗവത്ഗീത എടുത്തിരുന്നാലും മറ്റ് ധർമ്മത്തിലുള്ള എടുത്തിരുന്നാലും എല്ലാം തന്നെ ആത്മാവ് മരിക്കുന്നില്ല. പക്ഷേ ഞാനാണ് ആത്മാവ് എന്നുള്ള ബോധം നമുക്ക് വരണം. അതാണ് മരിക്കുന്നതിന് ശേഷം ചെയ്യേണ്ട ഒരു ക്രിയയല്ല, അതിപ്പോഴേ ഉണ്ടാവണം. അത് ഉണ്ടാകേണ്ടത് വെൻ ഐ ആം വെരി മച്ച് ലിവിങ്. ഞാൻ ജീവിതത്തോട് ഇടപഴകി ജീവിക്കുന്ന സമയത്ത് എനിക്ക് ഈ പ്രജ്ഞ ഉണ്ടായിരിക്കണം. ഞാനൊരു ആത്മാവാണ്, ശരീരമല്ല. ഈ ശരീരം ഇന്നില്ലെങ്കിൽ നാളെ ഇത് നശിക്കുന്നതാണ്. ഇത് ജഡവസ്തുവാണ്. ഇതിന് ചൈതന്യം കൊടുക്കുന്നതും ഞാനിതിലിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ബോധം, ഇതിന് ആത്മബോധം ഉണ്ടാകുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ആത്മീയത ഉണ്ടാകും, ആത്മാർത്ഥത ഉണ്ടാകും, മനുഷ്യത്വം വളരും, എന്നിൽ നന്മ വളരാൻ തുടങ്ങും. കാരണം മറ്റുള്ളവരെയും ഞാൻ അതുപോലെ കാണാൻ ശ്രമിക്കും. അതാണ് എന്ന് വെച്ചാൽ, ഞാൻ ആത്മാവാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ മറ്റുള്ളവരും അത് തന്നെയാണ് എന്നുള്ള ബോധം വരുമ്പോഴത്തേക്ക് എന്താണെന്നറിയാം, നമ്മൾ നമ്മുടെ സഹോദരനാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് വരും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് വിശ്വഭാതൃത്വം എന്നുള്ള കാര്യം പറയുന്നു, വിശ്വം ഒരു കുടുംബമാണെന്നുള്ള കാര്യം പറയുന്നു, യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നുള്ള കാര്യം പറയുന്നു, നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്റ്റേജിലാണ് പറയുന്നത്.
ഇത് അവിടെ പറഞ്ഞ് ശരിയായിട്ട് അവിടെ പറയട്ടെ, പക്ഷേ അത് ആചരിക്കേണ്ടത് എവിടെയാണ് അത് അഭ്യാസം ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇൻ റിയൽ ലൈഫ്, ഔട്ട് ഓഫ് ദ സ്റ്റേജ്, അറ്റ് ഹോം. വീട്ടിലും നാട്ടിലും ഇങ്ങനെ ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? എന്താ വെച്ചാൽ ഇത് പ്രഭാഷണത്തിനുള്ള വിഷയം ആയിട്ട് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോഴും പ്രഭാഷണത്തിന് വേണ്ടിയുള്ള വിഷയം മാത്രമാണ്. ഇത് നാട്ടിലും വീട്ടിലും അഭ്യസിക്കേണ്ട കാര്യമാണ്. സ്വയം ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ധാരണയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. നമ്മൾ ദിവസവും പറയുന്ന കാര്യമാണ്. നമ്മൾ പറയുന്നതേ ഉള്ളൂ, നമ്മൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആത്മബോധം എങ്ങനെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് സ്മൃതി, അതിൻ്റെ അവയർനെസ്. ഇപ്പോൾ ഒരാൾ ഞാൻ മാനേജിങ് ഡയറക്ടറാണെന്ന് പറയുന്നു, ബോർഡ് അങ്ങനെ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ, മാനേജിങ് ഡയറക്ടർ എന്നുള്ള ബോർഡുണ്ട്. പക്ഷേ ആ ആളിന് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും, എന്താണെന്നറിയാം, ഞാൻ മാനേജിങ് ഡയറക്ടറാണ്, ഞാൻ മാനേജിങ് ഡയറക്ടറാണ്. ഇല്ലെങ്കിൽ വീട്ടിൽ അച്ഛനാണ്, ഞാൻ അച്ഛനാണെന്നുള്ള ഓർമ്മ ഇല്ലേ? ഒരു പക്ഷേ ആ ഓർമ്മ പോയാൽ എന്തായിരിക്കും? അച്ഛനിപ്പോൾ അച്ഛനാണെന്നുള്ള ഓർമ്മയില്ല, എന്തായിരിക്കും സംഭവിക്കുന്നത്? നേരെ നമ്മൾ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും അല്ലേ? നമുക്കും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. നമുക്ക് ആത്മാവാണ് ഞാൻ എന്നുള്ള ഓർമ്മ ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഓർമ്മയില്ലാത്തവനായിട്ടാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പ്രജ്ഞയില്ല കേട്ടോ, സ്വപ്രജ്ഞ ഇല്ലെന്നുള്ളതാണ്. സ്വപ്രജ്ഞ ഇല്ലാതെ ആവുമ്പോഴത്തേക്ക് ആണ് ഞാൻ കൂടുതലും തെറ്റുകൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ ഇപ്പോൾ ആത്മാവാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ അപ്പം മനസ്സിലും നല്ല സങ്കല്പങ്ങൾ ഉണ്ടാവും. കാരണം ഇതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവ് ഞാൻ മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളും കൂടിയിട്ടുള്ള ഒരു ചൈതന്യ ജ്യോതി ആണ് ഞാൻ, ഒരു പ്രകാശമാണ് ഞാൻ. എന്നിൽ സപ്ത ദിവ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം എനിക്ക് ശാന്തി വേണം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സത്ത ശാന്തിയാണ്, ഞാൻ ശാന്തിപ്രിയനാണ്. എനിക്ക് സന്തോഷം വേണം, ഞാൻ സന്തോഷം എന്നിൽ ഉണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് സ്നേഹം വേണം, എൻ്റെ സ്വഭാവം സ്നേഹമാണ്. ഇങ്ങനെയുള്ള സപ്ത ഗുണങ്ങൾ എന്നിൽ അന്തർലീനമായിട്ടുള്ളത് കൊണ്ട് ഞാൻ ആത്മാവ്, മനസ്സ് ബുദ്ധി സംസ്കാരങ്ങളുള്ള സപ്ത ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂക്ഷ്മ ജ്യോതി ബിന്ദു ആണ് ഞാൻ എന്നുള്ള പ്രജ്ഞയാണ് വരുന്നത്. എന്നുവെച്ചാൽ എല്ലാ നന്മകളും എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ നന്മ ആഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ സ്വഭാവം ഇതാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ അതിനെ വളരാനായിട്ട് ഒരു അവസരം കൊടുക്കുകയാണ്. ഇപ്പോഴെന്താണ് ഞാൻ എൻ്റെ എൻ്റെ സത്തയെ എന്ത് ചെയ്തത്, ഞാൻ അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറും ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത്രയൊക്കെ സാധിക്കുള്ളൂ, ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്, ലിമിറ്റേഷൻസ് ആണ് പറയാണ്. ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ പിന്നെ മനുഷ്യ സഹജമല്ലേ ദേഷ്യപ്പെടുന്നത്, അങ്ങനെ പറയാറുണ്ടല്ലേ? കാരണം അത് മാത്രമല്ല, ഇന്ന് ദേഷ്യപ്പെടാതെ എങ്ങനെ കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതാണ് ആളുകളുടെ ഒരു സ്വാഭാവിക ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ അതല്ല. ഇത് ഞാൻ എൻ്റെ യഥാർത്ഥ അസ്തിത്വത്തെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം, എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യസാധ്യത ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വാഭാവിക സ്വഭാവത്തെ ആധാരമാക്കിക്കൊണ്ട് പ്രവൃത്തികളെ ഞാൻ ട്യൂൺ ചെയ്യുമ്പോഴത്തേക്ക് കാര്യസാധ്യതകൾ ശാശ്വതമായിട്ട് എന്നെ അത് സഹായിക്കും എന്നുള്ളതാണ്. മറ്റത് താൽക്കാലികമായിട്ടുള്ള പ്രോബ്ലം സൊല്യൂഷൻ അത് പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് അത് നമുക്ക് ഹാനികരമായിട്ട് വരും. ഇപ്പം തന്നെ വീട്ടിൽ കുട്ടികൾ വളർന്നു വരികയാണ്, അച്ഛന് കൂടെ ദേഷ്യം വരും. മക്കളാണെന്നുള്ള ഇതിൽ അച്ഛൻ എന്ത് ചെയ്യും, കുട്ടികളെ വഴക്ക് പറയും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് എന്താണ്, അവരുടെ ഉള്ളിൽ അച്ഛനെപ്പറ്റി ഒരു തിരസ്കാര ഭാവന ഉണ്ടാവും. അത് പതുക്കെയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. കുട്ടികൾ പ്രായമായി വരുമ്പോഴത്തേക്ക് പിന്നെ അച്ഛനെ കാണാൻ അവർക്ക് താല്പര്യം കാണുക, കാരണം വെറുത്തു തുടങ്ങിയവർ. അവരുദ്ദേശിക്കുന്നത് അതല്ല. അവർക്ക് എന്താണ് വേണ്ടത്,
അവർക്ക് സ്നേഹമാണ് വേണ്ടത്. അവർക്ക് സ്നേഹം കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്നതെല്ലാം അവർ ചെയ്യും. പക്ഷേ അതിന് പകരം എന്തുവാണ്, നമ്മൾ കുട്ടികളെ ഡിസിപ്ലിനായിട്ട് ജീവിക്കണം. അത് ശരിയാണ്. അതിനുള്ള ഏത് കാര്യവും സ്നേഹത്തോടു കൂടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. നമ്മൾ ബൈ ഫോഴ്സ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇന്നത്തെ കാലത്ത് ആർക്കും സഹിക്കാനുള്ള കഴിവില്ല, കുട്ടികൾക്ക് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ സഹനശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമുക്ക് എന്തെങ്കിലും കാര്യം സക്സസ്ഫുള്ളായിട്ട് ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ദി പവർഫുൾ വെപ്പൺ ഓഫ് ലവ്, മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഓഫ് ലവ്. സ്നേഹം കൊടുക്കുക, സ്നേഹം എത്തിക്കുക. പിന്നെ അതിന് എന്തെല്ലാമാണ് വേണ്ടത് അതിനുള്ളത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരാളിന് എന്തോ കിട്ടിയതുപോലെ ഒരു തോന്നലുണ്ടാവും. പിന്നെ ആളിന് എന്നെ സഹായിക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാവും, എന്നെ സ്നേഹിക്കുകയാണെന്നുള്ള തോന്നലുണ്ടാവും, ഈ ആൾ എൻ്റെ ആളാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അതിന് ഭയങ്കര പവറാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം ദേഷ്യപ്പെടുന്നവരെല്ലാവരും പറയും ദേഷ്യപ്പെടുമ്പോൾ കാര്യങ്ങൾ എന്തായാലും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ സ്നേഹം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട്, സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ അതവർ എൻ്റെ വീക്ക്നെസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇതുണ്ടാക്കില്ലേ? നമ്മൾ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് നമുക്കുള്ളത്, നമുക്കങ്ങനെ ഒരു പൊസിഷനുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും അസർട്ട് ചെയ്യേണ്ടതാണ്. സ്നേഹം കൊടുക്കണം, അതിനോടൊപ്പം അസർട്ടീവ് നേച്ചർ ഉണ്ടാക്കണം, നോട്ട് അഗ്രസീവ് നേച്ചർ. നമ്മൾ ചെയ്യുന്നത് അഗ്രസീവ് നേച്ചറാണ്, നമുക്ക് വേണ്ടത് അസർട്ടീവ് നേച്ചറാണ്. അപ്പോൾ അസർട്ടീവ് നേച്ചർ ആകുമ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലാവും, ഇത് ചെയ്യേണ്ടതാണ്, നമ്മുടെ ചുമതലയാണ്, നമുക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ബോധം അവരിലുണ്ടാവും. അതാണ്. അപ്പോൾ അവിടെ എന്തുവാണ്, നമ്മൾ ആ ആളിൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ കീപ്പപ്പ് ചെയ്യണമെന്ന്. ബിക്കോസ് നോബഡി വാണ്ട്സ് ടു ഇൻജൂർ ദെയർ സെൽഫ് റെസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് ഈ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ദേഷ്യം ഇല്ലാതെ തന്നെയും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ നമ്മുടെ യഥാർത്ഥ മൂല്യത്തിനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഒരു വളരെ മനോഹരമായൊരു ഉൾക്കാഴ്ചയാണ്. ദേഷ്യം കാര്യങ്ങൾ നടത്താൻ ദേഷ്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ സമാധാനപരമായിട്ട് തന്നെ അഗ്രസീവ്നെസ് ഇല്ലാതെ അസർട്ടീവ്നെസ്സോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റെല്ലാവരുടെയും മനസ്സിലെ ശുഭഭാവനകൾ നമ്മൾ നേടും. അങ്ങനെ ജീവിതം നമുക്ക് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് കിട്ടിയ വളരെ മനോഹരമായൊരു ഉൾക്കാഴ്ചയാണ്. ഭൗതിക ബോധത്തിൽ ജീവിക്കുമ്പോൾ ഇത് സാധാരണയായി സംഭവിക്കുന്നില്ല. നമുക്ക് വേണ്ടത് ആത്മബോധമാണ്. ഞാൻ ആത്മാവാണെന്ന തിരിച്ചറിവാണ്, ആത്മാവിലുള്ള ഗുണങ്ങളുടെ വളർച്ചയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ മനോഹരമായ, നമുക്കിത് സ്മൃതിയിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാനും സാധിക്കും. എങ്ങനെയാണോ ഒരു മാനേജിങ് ഡയറക്ടർക്ക് ഞാൻ മാനേജിങ് ഡയറക്ടറാണ് എന്ന ബോധമുള്ളത്, അതുപോലെ ഓരോ ആത്മാവിനും ഞാൻ ആത്മാവാണ് എന്ന ബോധം ഉണ്ടായാൽ തന്നെ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഈ ചർച്ച തുടരാം. വളരെ ശ്രേഷ്ഠമായ ചിന്താരീതികൾ, ആഴമേറിയ ഉൾക്കാഴ്ചകൾ, ജ്ഞാനമുത്തുകൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളേവരും ഈ യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ